ആട് 3 സിനിമയുടെ ട്രെയിലർ അങ്ങനെ നാളെ രാവിലെ 11:11 AM റിലീസാകാൻ പോവാണ്. അപ്പോൾ ആ ഒരു ട്രെയിലറിന് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമയാണെങ്കിൽ 3 കാലഘട്ടങ്ങൾ കവർ ചെയ്യുന്ന പോകുന്ന സിനിമയാണെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പ്രസൻറ്റ് കാലഘട്ടത്തിൽ ഷാജി പാപ്പൻ്റെ കൂടെ ഉള്ളവരുടെയും ഒരു ക്യാരക്ടറും അവർ എന്താണ് ഏതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഫ്യൂച്ചറിലും പാസ്റ്റിലും എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം പാസ്റ്റിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ആ ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലെ രാജാവിൻ്റെയും അങ്ങനത്തെയൊക്കെ ടൈപ്പ് ഫോട്ടോസും കാര്യങ്ങളാണ് വന്നത്. അതിൽ കുറേയൊക്കെ നല്ലതായിരുന്നു, കുറേയൊക്കെ മോശമായിരുന്നു. ഷാജി പാപ്പൻ്റെ ആ ഒരു രാജാവിൻ്റെ ലുക്കിലുള്ളൊക്കെ തീ ഐറ്റമായിരുന്നു. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ട്രെയിലർ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൻ്റെ ആ ഒരു പിക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. എനിക്ക് അത് കണ്ടപ്പം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റിലെ ഷാജി പാപ്പനും പ്രസൻറ്റിലെ ഷാജി പാപ്പനും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും ആ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ തന്നെ ഉണ്ട് പാസ്റ്റും പ്രസൻറ്റും നല്ല രീതിക്ക് കണക്റ്റഡ് ആണെന്നുള്ള ഒരു കാര്യത്തിൽ. ഫ്യൂച്ചറിൻ്റെ കാര്യം ഇനി നമ്മൾ ചിലപ്പോൾ അവർ സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് എനിക്കൊരു നല്ലൊരു സംശയമുണ്ട്. എന്തായാലും പാസ്റ്റിൽ നടന്ന ആ ഒരു കാരണം, പാസ്റ്റിൽ എന്തോ ഒരു സംഭവം, ആ ഒരു രാജാവിന് എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ തന്നെ നടുവേദന പോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണും. അപ്പോൾ അതിനു വേണ്ടിയാണ് കൂടെ ഉള്ളവരൊക്കെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ സഹായിച്ച്, അന്നേരം ചിലപ്പോൾ അത് നടന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമയിലെ പാസ്റ്റിലെ ഒരു സംഭവം കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പാസ്റ്റിൽ നടക്കാതെ പോയ കാര്യം ഒരു പ്രസൻറ്റേജ് സാധിച്ചെടുക്കുന്ന രീതിക്കുള്ള സ്റ്റോറി ആണോ എന്ന് നമുക്കറിയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ആട് എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആടിനാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് എടുത്താലും സെക്കൻഡ് എടുത്താലും ഫസ്റ്റിലാണ് ഏറ്റവും കൂടുതലൊരു സംഭവം ആടിൻ്റെ ബേസ് ചെയ്ത് കാണിക്കുന്നത്. അതിനകത്തപ്പം ആടിനെ ഒരു വേറൊരു രീതി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭാഗ്യം, ആട് തിന്ന നീലക്കൊടുവേൽ തിന്ന ആട് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് ആ ഒരു ആടിന്. അതിനൊരു ഭാഗ്യമാണ് ആ ആടുള്ള വീട്ടിൽ നല്ല ഇതാകും, ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഈ ഇപ്പോൾ പ്രസൻറ്റും പാസ്റ്റും എല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ഒരു ആടിനെ ബേസ് ചെയ്തുള്ള ഒരു സംഭവത്തിനാണോ എന്നും ഒരു സംശയമുണ്ട്. ഇപ്പം വിനായകൻ്റെ ക്യാരക്ടറിലുള്ള ആൾ പാസ്റ്റിലാണെങ്കിൽ ഇതുപോലെ ഒരു വില്ലനായിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ജയസൂര്യയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള രീതിക്കാണെന്ന് തോന്നുന്നു, എന്തോ കാര്യത്തിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, ആട് സിനിമയ്ക്കകത്ത് പാർട്ട് 1 പാർട്ട് 2 നോക്കിയാലും വിനായകൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു ആടിനെ വേണം, ആടാണ് നീലക്കൊടുവിൽ, അപ്പോൾ ആടിനെ വേണം, അങ്ങനത്തെ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പം ആ ഒരു പാസ്റ്റിലും പുള്ളി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ജയസൂര്യയുടെ അടുത്തുനിന്ന് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന രീതിക്ക് വരുന്ന ആളായിരിക്കാം. എന്തായാലും നാളെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഈ പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം, കാരണം ഞാൻ എല്ലാം ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നതൊന്നും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ എൻ്റെ ഒരു ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് ആ സംഭവമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സംഭവം നമ്മൾ വിചാരിച്ചേക്കാട്ടിലും വലിയ രീതിക്ക് തന്നെ വരട്ടെ. ആൾക്കാരുടെ ആണെങ്കിലും അവരെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന വിധമൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് തന്നെ യൂസ് ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഏത് രീതിക്കായിരിക്കും എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ട്രെയിലർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ ഓണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.